ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീ ടീച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്താണെന്നും ഇൻവേഴ്സ് എന്താണെന്നും അതിൻ്റെ ഗ്രാഫുകളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് ലെവൽ 1 പാർട്ട് 1 കാണാൻ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് കാൽക്കുലസിനകത്ത് 6 ചാപ്റ്ററുകളുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അറിയാലോ. നമുക്ക് എല്ലാ പ്രോബ്ലംസും ഇതിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസും എല്ലാം കാൽക്കുലസിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ബേസിക് ചാപ്റ്ററായ ഇൻവേഴ്സ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പോകാൻ പോകും. ഓരോ പ്രോബ്ലം ഡൗട്ടുള്ളതൊക്കെ ചെയ്ത് പഠിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററുകൾ വരുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. ഇതിനകത്ത് ഒന്നാമത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് നമുക്കറിയാം. ആദ്യത്തെ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ തീറ്റയാന്ന് വെച്ചോ. സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റയാണല്ലോ. ആ തീറ്റ കണ്ടുപിടിക്കണം. അപ്പം തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നേരെ ഇപ്പുറത്തേക്ക് പോയാൽ എങ്ങനെ എഴുതാം നമുക്ക്? സൈൻ ഇൻവേഴ്സ് എക്സ്. നേരെ ഇപ്പുറത്തേക്ക് പോകും. നേരെ ഇവിടെ വരുന്നത് നേരെ റിവേഴ്സ് പോകും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം പറഞ്ഞിട്ട് ബാലൻസ് ഉള്ളതെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചാൽ മതി. ഒരു ട്രിഗണോമെട്രി അല്ല വരുന്നത്, ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷനും വരാം അവിടെ. ഫോർ എക്സാമ്പിൾ കോസ് തീറ്റ ഈക്വൽ ടു എസ് സ്ക്വയർ ആന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ആംഗിൾ മെഷർമെൻറ്റ് തീറ്റയാണല്ലേ. അപ്പോൾ ആ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ. സിമ്പിളാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അനദർ എക്സാമ്പിൾ നോക്കിയ മക്കളെ, ടാൻ തീറ്റ സമം എസ് ക്യൂബാന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ഇത് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ്. സിമ്പിളാണല്ലേ? വളരെ സിമ്പിളാണ്. അനദർ ഇത് മാത്രമല്ല, ഏതും വരാം. ഇപ്പം എക്സാമ്പിൾ സീ 2 തീറ്റ ഈക്വൽ ടു എസ് സ്ക്വയർ ആന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അവിടെ ആംഗിൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 തീറ്റയാണ് അല്ലേ? അപ്പോൾ ആ 2 തീറ്റ ഈക്വൽ ടു എന്ത് വരും? സീക്ക് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ. സീക്ക് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ മെഷർമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ തീറ്റയെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഇവിടെ വരുന്ന കോൺസ്റ്റൻറ്റും കൂടി നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്തായിരിക്കും? 1/2 സീക്ക് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ. ഒരു കാരണവശാലും ഇത് ഇങ്ങോട്ട് നീക്കി എഴുതരുത്, ഇങ്ങനെ തന്നെ എഴുതാമോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോഴും ആ വാല്യൂ അങ്ങോട്ട് മാറി വന്ന് നമ്മുടെ ആൻസറിന് മാറ്റം വരും. അപ്പോൾ അവിടെ തന്നെ എഴുതാമോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി എഴുതരുത് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അനദർ എക്സാമ്പിൾ നോക്കാം. കോസ് 3 തീറ്റ ഈക്വൽ ടു എക്സ് റൈസ് ടു 5 ആന്ന് വെച്ചോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത്? ആംഗിൾ തീറ്റയാണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഈ 3 തീറ്റയെ മൊത്തമായിട്ട് ഇവിടെ നിർത്തണം. 3 തീറ്റ. അപ്പോൾ ഏത് അപ്പുറത്തേക്ക് പോവും? കോസ് അപ്പുറത്തേക്ക് പോവും. അപ്പോൾ എന്നാ കിട്ടും നമുക്ക്? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ് ടു 5. വളരെ സിമ്പിളാണ് അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ തീറ്റയെ കണ്ടുപിടിക്കണം അല്ലേ? ആ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഏതാ നമ്പർ വരുന്നത്? 3 അല്ലേ? ആ 3യെ നമ്മൾ എങ്ങോട്ട് വിടും? ഇതിൻ്റെ താഴേക്ക് വിടും. അപ്പോൾ 1/3 കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ് ടു 5. സിമ്പിളാണ് അല്ലേ? ഈസി ആണല്ലോ. ഇനി ഇതിന് വേറെ രീതിയിലും വരാം. അപ്പം നമ്മൾ രണ്ടാമത്തെ ടൈപ്പാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇപ്പുറത്ത് വരുമെന്ന് വെച്ചു. ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഇപ്പറയാണ് വന്നെ, ഇങ്ങനെയാണ് കിടക്കണേന്ന് വെച്ചോ. അവിടെ നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ആ തീറ്റ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ആദ്യം ഇവിടെ വരുന്ന കോൺസ്റ്റൻറ്റിനെ ആദ്യം നമുക്ക് എക്സിൻ്റെ താഴേക്ക് വിടണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. എവിടെയാണ്? ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഇവിടെ വരുന്ന ഇപ്പുറത്ത് കിടക്കുന്ന കോൺസ്റ്റൻറ്റിനെ ആദ്യം നമ്മൾ ഈ എക്സിൻ്റെ താഴേക്ക് വിടണം. അപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയേ. സൈൻ തീറ്റ ഈക്വൽ ടു x/a. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഇതിലേക്ക് വന്നു അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്? ഈ ആംഗിൾ തീറ്റയാണല്ലോ. അപ്പം നമ്മുടെ തീറ്റ എന്ത് വരും? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a.
സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഇപ്പറയാണ് കിടക്കുന്നതെങ്കിൽ ആദ്യമേ ആ എക്സിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. എന്നിട്ട് വേണം നമ്മൾ ആംഗിൾ മെഷർമെൻറ്റ് എഴുതാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് 2-3 എക്സാമ്പിൾസോടെ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ tan 3 theta equal to tan 3 theta equal to x raised to 6 ആണെന്ന് വെച്ചു. അവിടെ ആദ്യം ഏതിനെ എങ്ങോട്ട് വിടും പറഞ്ഞു നോക്കിയേ, നമ്മൾ എഴുതി നോക്കിയേ മക്കൾ. ആദ്യമേ 3 ഇങ്ങോട്ട് വിടണം അല്ലേ? അപ്പോൾ എന്ത് വരും നോക്കിയേ, 3 നേരെ ഈ 3 നമ്മൾ നേരെ ഇങ്ങോട്ട് വിടണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്ത് വരും, tan theta equal to x raised to 6/3 വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, തീറ്റ ഈക്വൽ ടു ഏത് വരും, ടാൻ ഇൻവേഴ്സ് എടുക്കും. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റൈസ്ഡ് 6/3 എന്ന് വരും. ആൻസർ ആയി കഴിഞ്ഞു. ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും? ഫോർ എക്സാമ്പിൾ നമ്മൾ cos 3 θ എന്ന് വെച്ചോ, cos 5 θ ആയിക്കോട്ടെ. cos 5 θ ഈക്വൽ ടു √x ആയിക്കോട്ടെ. ഇന്നത് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ മക്കളെ. അപ്പം 5 θ ഈക്വൽ ടു ആദ്യം എന്ത് വരും, cos ഇൻവേഴ്സ് ഓഫ് √x. ക്ലിയർ ആയി? 5 θ ഈക്വൽ ടു ഒറ്റയടിക്ക് പറയാം, 5 θ ഈക്വൽ ടു cos ഇൻവേഴ്സ് ഓഫ് √x. അപ്പോൾ തീറ്റ സമം 1/5 cos ഇൻവേഴ്സ് ഓഫ് √x. അപ്പം രണ്ട് പോയിൻ്റാണ് ഈ പ്രോപ്പർട്ടിയിൽ ഓർത്ത് വയ്ക്കേണ്ടത്. ഒരു ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഇപ്പുറത്താണ് കോൺസ്റ്റൻറ്റ് കിടക്കണമെങ്കിൽ ആദ്യമേ കോൺസ്റ്റൻറ്റിനെ അങ്ങോട്ട് വിടുക, എന്നിട്ട് ഇൻവേഴ്സ് എടുക്കുക. അല്ലെങ്കിൽ നമുക്കിതുപോലെ നേരെ ഉണ്ടാവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 5 θ അവിടെ നിർത്തുക, ദെൻ കോസിന് ഇപ്പുറത്തേക്ക് ഇട്ട് cos ഇൻവേഴ്സ് √x, ദെൻ തീറ്റ ഈക്വൽ ടു 1/5 cos ഇൻവേഴ്സ് √x. അങ്ങനെ എഴുതുമ്പോൾ ഒരിക്കലും ഇത് ഇങ്ങനെ തന്നെ 1/5 സെപ്പറേറ്റ് മാത്രം ഇങ്ങനെ എഴുതാം. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ താഴേക്ക് എഴുതരുത്. ആ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് പ്രോപ്പർട്ടി എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടി 2ലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ അവിടെ ഇടുന്നുണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. പ്രോപ്പർട്ടി 1 നമ്മൾ ക്ലിയർ ആയി പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പോകുന്ന പ്രോപ്പർട്ടി 2ലേക്കാണ്. ഈ പ്രോപ്പർട്ടി 2 പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ട്രിഗണോമെട്രിയിലെ വളരെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ പഠിച്ചത്, കൊസീക്ക് അല്ലേ? അപ്പോൾ നമുക്ക് സൈൻ തീറ്റയെ 1/cosec എന്ന് എഴുതാം. അതുപോലെ കോസ് തീറ്റയെ 1/sec എന്ന് എഴുതാം. ടാൻ തീറ്റയെ നമ്മൾ 1/cot θ എന്നും എഴുതാം. എന്നാൽ ഇവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് ഓഫ് 1/x ആണ് എഴുതുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കിയേ മക്കള്. ഇവിടെ കണ്ടോ, സൈൻ തീറ്റ എന്ന് എഴുതിയപ്പോൾ നമ്മൾ 1/cosec എന്ന് എഴുതിയല്ലേ? പക്ഷേ ഇൻവേഴ്സ് വന്നപ്പോൾ നമ്മൾ എന്താ എഴുതിയെന്ന് നോക്കിയേ. ഇവിടെ വരുന്ന 1/ എഴുതിയില്ല, പകരം ഇവിടെ ഏതാണോ ആംഗിൾ വരുന്നത് ആ ആംഗിൾ എന്താക്കി, നേരെ റെസിപ്രോക്കലാക്കി. അതാണ് നമ്മളവിടെ ചെയ്തത് അല്ലേ? അപ്പം സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് എന്താക്കി, കൊസീക് ഇൻവേഴ്സ് 1/x. അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനകത്ത് 1/ അല്ല എഴുതുന്നത്, മറിച്ച് ആംഗിൾ മെഷർമെൻറ്റ് എന്താണോ വരുന്നത് അത് റിവേഴ്സ് ആവും. സൈനിന് കൊസീക്ക്, കൊസീക്കിന് സൈന്, ടാനിന് കോട്ട്, കോട്ടിന് ടാന്, സീക്കിന് കോസ്, കോസിന് സീക്ക്. അതിനൊരിക്കലും എന്ത് വരുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല. എന്ത് മാറും ഇവിടെ, ഇൻവേഴ്സ് വരുമ്പോൾ ആംഗിളേ മാറുന്നുള്ളൂ. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് S² ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പം എന്താകും, കൊസീക് ഇൻവേഴ്സ് ഓഫ് 1/S². അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞേ, ടാൻ ഇൻവേഴ്സ് ഓഫ് S². ടാനിൻ്റെ റെസിപ്രോക്കൽ ഏതാ, കോട്ടല്ലേ? അപ്പം നമുക്ക് കോട്ട് തന്നെ ഇവിടെ വരും. കോട്ട് ഇൻവേഴ്സ് ഓഫ് എന്ത് മാറും, ഇവിടെ വരുന്ന S² എന്തായി മാറും, 1/S² ആവും അല്ലേ? 1/S². അത് നമുക്ക് വേരിയബിൾ ഫംഗ്ഷൻ ആവാം, നമ്പർ ആവാം, എന്ത് വേണമെങ്കിലും വരാം. നമ്മളത് നമുക്കിടെ ഇഷ്ടം പോലെ എഴുതാം. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ പ്രോബ്ലം വരുമ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വന്നാൽ മതി. ദെൻ അനദർ എക്സാമ്പിൾ, ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 1+S² ആണെന്ന് വെച്ചോ. ഇതിനനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, കോട്ട് ഇൻവേഴ്സ് ഓഫ് 1+S² ഡിവൈഡഡ് ബൈ 2x.
ഒരു പ്രശ്നമില്ല, രണ്ടും ഈക്വലാണ്. നമ്മൾ ഇവിടെ നിന്ന് അവിടെ വന്നിരുന്നാലും അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നിരുന്നാലും നമുക്ക് വല്ല മാറ്റം വരുന്നുണ്ടോ? നമ്മുടെ പൊസിഷനെ മാറുന്നുള്ളൂ. എന്ന് പറഞ്ഞോടെ എവിടെ എഴുതിയാലും ഈ ആംഗിൾ മെഷർമെൻറ്റ് നേരെ ഓപ്പോസിറ്റ് എഴുതാം. എങ്ങനെയാണെങ്കിൽ ഈ ടാനിൻ്റെ സ്ഥാനത്ത് കോട്ടാണെങ്കിൽ മാത്രം, കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ മാത്രം കേട്ടോ. ഞാനിവിടെ ഓപ്പോസിറ്റ് എഴുതിക്കോളാൻ പറഞ്ഞൊക്കെ കിട്ടുന്നതൊക്കെ ഓപ്പോസിറ്റ് പിടിച്ച് എഴുതി വെക്കരുത് കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് 3/2 എങ്ങനെ എഴുതാം? അതിൻ്റെ റെസിപ്രോക്കൽ എന്താ മക്കളെ? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എന്താ പറഞ്ഞു നോക്കി? 2/3. 2/3 അല്ലേ? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2/3. ഏതൊരു ഫംഗ്ഷനെയും ഇതുപോലെ നമുക്ക് എഴുതാം. ഇനി നമ്മൾ നോക്കാം, കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2 ആയിക്കോട്ടെ. എന്തെഴുതാം? എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് 2/3. ഏതൊരു ട്രിഗണോമെട്രി ഫംഗ്ഷനെയും നമുക്ക് ആംഗിൾ മെഷർമെൻറ്റ് നേരെ റിവേഴ്സ് എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോപ്പർട്ടി, ഇതാണ് നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. വളരെ സിമ്പിളാണ് അല്ലേ? അപ്പം ഈ ഒരു കാര്യം നന്നായിട്ട് പഠിച്ചോളാം. കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ എഴുതുക. ഏറ്റവും നല്ലതാണ്. നമ്മൾ ജീവിതത്തിൽ പിന്നെ മറന്നുപോകില്ല. ക്വസ്റ്റ്യൻസ് ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളാണ് മാത്സ് പഠിക്കാനായിട്ട്. തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് -x. ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ആംഗിള് മൈനസ് ആയാൽ ഈ മൈനസിനെ നമുക്കങ്ങ് പുറത്തേക്ക് എടുക്കാം. -sin ഇൻവേഴ്സ് x. ചില ട്രിഗണോമെട്രി ഫംഗ്ഷനകത്ത് മൈനസ് വെറുതെ എഴുതാം. അപ്പം അങ്ങനെ വരുന്ന 3 ഫംഗ്ഷനാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് -x. എന്തെഴുതാം? ഇത് പഠിക്കണം കേട്ടോ. ടാൻ ഇൻവേഴ്സ് x. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് -x. അതിനെയും എന്തെഴുതാം? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x. ഇത് മൂന്നും ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ ആ നെഗറ്റീവ് നമ്പറിനെ വെറുതെ നമ്മൾ പുറത്തേക്ക് അടിക്കും. ഈ മൈനസിനെ നമ്മൾ വെറുതെ പുറത്തേക്ക് അടിച്ചിട്ട് ഇവിടെ എങ്ങനെ എഴുതും? -sin ഇൻവേഴ്സ് x എന്ന് എഴുതും. ഇതിനകത്ത് നോക്കി, ഈ മൈനസിനെ വെറുതെ പുറത്തേക്ക് അടിക്കും. നമ്മൾ ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതും. ഈ മൈനസിനെ വെറുതെ പുറത്തേക്ക് അടിക്കും. എന്തെഴുതും? കൊസീക്ക് ഇൻവേഴ്സ് x എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് -1 എക്സാമ്പിൾ എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ തന്നെ. ടാൻ ഇൻവേഴ്സ് 1 അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് -1 എങ്ങനെ എഴുതാം മക്കളെ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -1 പഠിച്ചു അല്ലേ? അനന്തർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -1/2. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -1/2 എങ്ങനെ എഴുതാം? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാം. അപ്പം ഏതൊക്കെയാണ് മൈനസ് വന്നാൽ വെറുതെ എഴുതാൻ പറ്റുന്നത്? സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്. ഇതിനകത്ത് മൂന്നിനകത്തും ആംഗിൾ മെഷർമെൻറ്റ് നെഗറ്റീവ് ആയാൽ ആ നെഗറ്റീവിന് നമുക്ക് വെറുതെ പുറത്തേക്ക് എഴുതിയാൽ മാത്രം മതി. ബി, നമ്മൾ സൈൻ ഇൻവേഴ്സിനകത്തും കൊസീക്കിനകത്തും ടാൻ ഇൻവേഴ്സിനകത്തും മൈനസ് വെറുതെ പുറത്തേക്ക് എടുത്താൽ മതി. എന്നാൽ അടുത്ത 3 ട്രിഗണോമെട്രി ഫംഗ്ഷനകത്ത് ആംഗിൾ മെഷർമെൻറ്റ് നെഗറ്റീവ് വന്നാൽ നമ്മൾ എഴുതുന്നത് എന്താണെന്നറിയാമോ? കോസ് ഇൻവേഴ്സ് ഓഫ് -x ആണെങ്കിൽ അതിനെഴുതുമ്പോൾ കോസ് ഇൻവേഴ്സ് x എന്ന് വേണം. ക്ലിയർ ആയല്ലോ? അടുത്തത് കോട്ട് ഇൻവേഴ്സ് ഓഫ് -x ആണെങ്കിൽ സെയിം ആണ്, കോട്ട് ഇൻവേഴ്സ് ഓഫ് x വരും. അതുപോലെ സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് x വരും. ഇത്ര ഒരു കാര്യമുള്ളൂ, സിമ്പിളാണ് അല്ലേ? ഒന്നുകൂടി പറയാം, ഏതൊക്കെയാണ് എഴുതുന്നത്? കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് x. കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് x. സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് x. അപ്പം ഈ 3 കണ്ടീഷൻസും ആദ്യം പഠിച്ച 3 കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്.
ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കാം, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് വന്നാൽ ഏത് പുറത്തേക്ക് എടുക്കണം? വെറുതെ മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. ഇനി നമുക്ക് അവിടെ വേറൊരു +1 പഠിച്ച ഒരു ടോപ്പിക്ക് നമുക്ക് അറിയണം. ഈ 1/2 സൈൻ തീറ്റയ്ക്ക് നിങ്ങൾ ഏത് വിലയ്ക്കാണ് 1/2 പഠിച്ചതെന്ന് നോക്കണം. ഏത് വിലയ്ക്കാണ് നമ്മൾ പഠിച്ചത്? ഓർക്കുണ്ടെന്ന് പറഞ്ഞു നോക്കിയേ. സൈൻ 30 അല്ലേ? സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 അല്ലേ? സൈൻ 30 1/2 ആണ്. ഈ 30 എന്ന് പറഞ്ഞാൽ റേഡിയൻ ഏതാ നമ്മൾ പഠിച്ചേക്കണേ? 30 എന്ന് പറഞ്ഞാൽ π/6, 60 എന്ന് പറഞ്ഞാൽ π/3. ഓപ്പോസിറ്റ് ഓർത്ത് മതി. ഇവിടെ 3 വന്നാൽ താഴെ ഏത് വരും? 6 വരും. അപ്പം സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ് അല്ലേ? അപ്പോൾ അതേ നമ്മൾ നേരെ എഴുതും. ഈ മൈനസ് അങ്ങനെ തന്നെ കൊടുക്കും. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ ഏതാ? സൈൻ 30 അല്ലേ? അപ്പോൾ നമ്മൾ ഏതാണ് അതിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ്? 30 എന്ന് പറഞ്ഞാൽ റേഡിയൻ മെഷർ ഇവിടെ എഴുതാമോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു π/6. ആൻസർ ആയി കഴിഞ്ഞു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയും. എന്താ പറയുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ. അതിനെ ചുരുക്കി നമ്മൾ P എന്ന് എഴുതി കഴിഞ്ഞാൽ വായിക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയും. അനന്തര എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ആണെന്ന് വെച്ചോ. കൊസീക്കിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ആംഗിളിനകത്ത് മൈനസ് വന്നാൽ നമ്മൾ ആ മൈനസ് വെറുതെ പുറത്തേക്ക് എടുക്കണം അല്ലേ? എന്ത് വരും അപ്പോൾ? മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2. ഇനി നിങ്ങൾ നോക്കിക്കേ, സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക്ക് അല്ലേ? അപ്പോൾ സൈൻ 30 ആണ് 1/2 എങ്കിൽ ഈ കൊസീക്ക് 2 ഏതിൻ്റെ വാല്യൂ ആയിരിക്കും? π/6 ആയിരിക്കും അല്ലേ? അപ്പോൾ ആൻസർ ഈസ് π/6 മൈനസ് π/6. ദെൻ ആൻസർ ആയി. ആ വാല്യൂസ് നമ്മൾ നല്ല ഭംഗിയായിട്ട് ആദ്യത്തെ ഇൻട്രഡക്ഷൻ വീഡിയോയിലുണ്ട്. അത് ആദ്യം നന്നായിട്ട് പഠിക്കണം. നമ്മൾ പഠിക്കുന്നത് എവിടെയാണോ അവിടെ വലുതാക്കി എഴുതി ആ വാല്യൂസ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പം നമ്മളൊരു വലിയ ചാർട്ട് പേപ്പറിൽ എഴുതി അവിടെ അങ്ങ് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താണ്? ആ വാല്യൂ എപ്പോൾ നോക്കിയാലും നമ്മൾ എല്ലാ ദിവസവും കാണുമ്പോൾ നമുക്ക് നല്ല പരിചയമാവും. നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വന്നോളും കേട്ടോ. ദെൻ അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് -1/√3. നമുക്കറിയാം ടാനിന് നെഗറ്റീവ് വന്നാൽ വെറുതെ മൈനസ് പുറത്തേക്ക് എടുക്കാൻ മതി അല്ലേ? അപ്പോൾ നമ്മൾ എന്താ എഴുതാം? മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3. മൈനസ് വെറുതെ പുറത്തേക്ക് എടുത്തു നമ്മൾ. ഇനി നമ്മൾ നോക്കണം 1/√3 ടാൻ ഏത് വിലയ്ക്കാണ് പഠിച്ചെന്ന് നോക്കണം. നമുക്കറിയാം ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√3 അല്ലേ? ഈ 30ൻ്റെ റേഡിയൻ ഞാൻ പറഞ്ഞു π/6. അപ്പോൾ നമ്മൾ ഏത് വിലയ്ക്കാണ് 1/√3 പഠിച്ചത്? 30 ഡിഗ്രി അല്ലേ? 30 എന്ന് പറഞ്ഞാൽ റേഡിയൻ ഏതാ? π/6. 30 എന്ന് പറഞ്ഞാൽ താഴെ പൈയുടെ താഴെ 6 വരും. ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആൻസർ ഈസ് മൈനസ് π/6. ദെൻ ആൻസർ ആയി ക്ലിയർ ആയി കഴിഞ്ഞു. ദെൻ അനദർ എക്സാമ്പിൾ നമുക്കൊന്നുകൂടെ വേറെ ഒരെണ്ണം നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2. സൈന് നെഗറ്റീവ് വന്ന് എന്ത് പുറത്തേക്ക് എടുക്കണം? മൈനസ് പുറത്തേക്ക് എടുക്കണം അല്ലേ? അപ്പം നമ്മൾ ആ മൈനസ് പുറത്തേക്ക് എടുത്തു. മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. ഇനി നമുക്കറിയാം എന്തിൻ്റെ വിലയാണ് നമ്മൾ √2 പഠിച്ചത്? സൈൻ 45 ആണ് 1/√2 അല്ലേ? ഈ 45 എന്ന് പറഞ്ഞാൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? π/4. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് മൈനസ് π/4. ദെൻ ക്ലിയർ. അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്തു നോക്കണം.